السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇത്തരത്തിൽ ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി. ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന്, ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ആൾ ആ സദസ്സ് പിരിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലക്കൾ അവരോട് പറയും, മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പാപങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിൽ മടങ്ങിപ്പോകുക. അതവർക്കുള്ളൊരു ഗുണമാണ്. ഇൽമിൻ്റെ മജ്ലിസിൽ കൂടിയിരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്ത കാര്യം പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്നുള്ളത്. അവർ നല്ല നിയ്യത്തോടു കൂടി സദസ്സിലിരിക്കുക. മാത്രമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമിൻ്റെ സദസ്സുകൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ആ സദസ്സിന് വലയം ചെയ്യും. ആ സദസ്സിൽ അള്ളാഹുവിൻ്റെ സക്കീനത്ത് ഇറങ്ങും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും, മലക്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ആ വാഗ്ദാനം ചെയ്യപ്പെട്ട കൂട്ടത്തിലാണ് നമ്മളെന്നുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്ന ഹദീസ് അൽ അർബഊൻ അൻ-നവവിയ്യ, ഇമാം നവവിയുടെ 40 ഹദീസുകൾ. ആ കിതാബാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ പഠിച്ചതായിരിക്കും, എന്നാൽ ഒരിക്കൽ കൂടി ഒരാവർത്തനം പഠിച്ചവർക്ക്. പഠിക്കാത്തവർക്ക് ഇനി പഠിക്കാൻ പോകുന്നതിലൊരു മുന്നൊരുക്ക്. ഇതാണ് ഈ ഹദീസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഹദീസിനെ ആഴത്തിൽ പഠിക്കാൻ, ഹദീസിൻ്റെ ആൾക്കാരാകാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫഹഫിളഹ വവആഹ ഫബല്ലഗഹ കമാ സമിഅഹ ഫറുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഅ. വ്യത്യസ്ത റിവായത്തുകളുണ്ട്. അതിലൊരു റിവായത്താണ് ഓതിക്കേൾപ്പിച്ചത്. ഈ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ പ്രകാശപൂരിതമാക്കട്ടെ അവരുടെ മുഖങ്ങളെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ പെടാൻ നമ്മൾ ഹദീസുകൾ പഠിക്കുക, അതേപോലെ റസൂലുള്ളാഹിയുടെ ഹദീസുകളെ ജീവിപ്പിക്കുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഹദീസ് അൽ അർബഊൻ അൻ-നവവി. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കിതാബുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അർബഈനാത്തിൻ്റെ, ഇല്ലേ? ഒരുപാടില്ലേ? നിങ്ങൾ തന്നെ ഒരുപാട് കിതാബുകൾ പഠിച്ചില്ലേ? അൽ അർബഊൻ അൽ വിൽദാനിയ, അർബഊൻ അൽ ഈമാനിയ, അർബഊൻ അൽ അഖ്ലാഖിയ, അർബഊൻ അൽ താലിബാത്ത്, അർബഊൻ അൽ ബാലിഗാത്ത്, പിന്നെ അർബഊൻ, പിന്നെതാ അഖ്ദിയ, ഖൈരിയ, ഒരുപാട് പഠിച്ചില്ലേ? എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ അർബഊൻ എന്ന ഈ 40 ഹദീസ് ചുരുക്കിയത്? എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇമാം നവവി തന്നെ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമിലെ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇമാം ബൈഹഖിക്ക് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ജമഅ അലാ ഉമ്മത്തി 40 ഹദീസൻ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും 40 ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് അവനെ ഒരുമിച്ച് കൂട്ടുന്നത് ഫഖീഹൻ, ഒരു ഫഖീഹായിട്ടായിരിക്കും. വേറെ ചില റിപ്പോർട്ടുകളിൽ അവന് എൻ്റെ ഷഫാഅത്ത് നിർബന്ധമായി എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം. പക്ഷേ ഈ 2 ഹദീസും ലഈഫാണ്. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ ഹദീസുകളൊക്കെ ലഈഫാണ്. ലഈഫാന്ന് മാത്രമല്ല, ലഈഫുകൾ ഒരുമിച്ച് കൂടി എന്താവും? തഅദ്ദുദ് തുർക്കിലൂടെ ഹസനുൽ ഗൈരിയാവും. ആ ദറജയിൽ പോലും എത്താത്ത ഹദീസുകളാണ്. ഹസനുൽ ഗൈരിയാക്കാൻ പോലും ദറജയിൽ ഒക്കാത്ത ഹദീസുകളാണ് ഈ പറയപ്പെട്ടതൊക്കെ. എന്നാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി ഹദീസ് ഒരുമിച്ച് കൂട്ടിയത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലല്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എത്ര ഹദീസുകളുണ്ട് ആ കിതാബിൽ? അർബഊൻ നവവിയിൽ 42 ഹദീസുകളുണ്ട്. പിന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഈ ഹദീസ് ഒരുമിച്ച് കൂട്ടിയത്, മറിച്ച് ഹദീസിനെ സംബന്ധിച്ച് പറയപ്പെട്ട മറ്റ് നേരത്തെ ഓതി കേൾപ്പിച്ചു നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി, അതുപോലുള്ള
ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അർബഊൻ നവവി 40 ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിയത്. മുത്തഖദ്ദിമീങ്ങളായ പണ്ഡിതന്മാർ, ഇമാം നവവി പറയുന്നുണ്ട് ഏകദേശം മുത്തഖദ്ദിമീങ്ങളിൽപ്പെട്ട 13ഓളം പണ്ഡിതന്മാർ ഇതേപോലെ അർബഈനാത്തുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും ആദ്യത്തെ അബ്ദുല്ലാഹി മുബാറക്കിനെ പോലെ, അതേപോലെ ഇമാം ബൈഹഖിയെ പോലെ. ബൈഹഖിനെ കണ്ടിട്ടുണ്ട്, അർബഊന സുഗ്റ എന്ന് പറഞ്ഞ കിതാബുണ്ട്. അതേ അബ്ദുല്ലാഹി മുബാറക്കിൻ്റെ കിതാബ്, പിന്നെ അർബഊന ഫിൽ ജിഹാദ്, അർബഊന ഫി തലബിൽ ഇൽം, അങ്ങനെ ഒരുപാട് കിതാബുകളുണ്ട് അർബഈനാത്തുകൾ. മുൻഗാമികൾക്കുണ്ട്, അതേപോലെ പിൻഗാമികൾക്കുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസിൻ്റെ ഒരു പിൻബലത്തിലാണ് പണ്ഡിതന്മാരൊക്കെ ഈ അർബഈനാത്തുകൾ ഒരുമിച്ച് കൂട്ടിയത്. എങ്കിലും ഈ ഹദീസിൻ്റെ അവസ്ഥ ഇതാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ. ഇമാം നവവി റഹ്മഹുല്ല, അദ്ദേഹത്തിൻ്റെ പേരെന്താ? അബൂ സക്കരിയ മുഹീദ്ദീൻ യഹ്യ ബിൻ ഷറഫ് അൻ നവവി അഷ്ശാഫിഈ. നവവി എന്ന് പറഞ്ഞാൽ, നവ എന്ന് പറയുന്ന സിറിയയിലെ ഒരു പട്ടണം, ഒരു ഗ്രാമമാണ്. സിറിയയിലെ നവ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് അന്നവവി. നിസ്ബ എന്നാണ് അതിന് പറയുക. അങ്ങ് പഠിച്ചിട്ടുണ്ടാവും നിസ്ബ കൊടുക്കുന്നത് അല്ലേ. അപ്പം നവ എന്ന സ്ഥലം, ഇപ്പം നൈസാബൂറിലേക്ക് ചേർത്ത് നൈസാബൂരി, ബുഖാറയിലേക്ക് ചേർത്ത് ബുഖാരി അല്ലേ, നസായിലേക്ക് ചേർത്ത് നസായി. അതേപോലെ ഇദ്ദേഹത്തിന് നവ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സിറിയയിലെ ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് അന്നവവി എന്ന പേര് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. ഇദ്ദേഹം ജനിക്കുന്നപ്പോഴാണ് ഹിജറ 631, ഹിജറ 631. മരണപ്പെടുന്നതോ 676. 631, 676. എത്ര വയസ്സുണ്ടാവും? 45 വയസ്സ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇമാം നവവിക്ക് വയസ്സ് 45. ഈ 45 വർഷം ഒരാൾ ഇരുന്ന് ഓതിയാലും തീരാത്ത കിതാബുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ 45 വയസ്സിനിടയിൽ. അതും ഒരു കിതാബിന് എത്രയുണ്ട്? 4, 5, 6, 10 വാള്യങ്ങളിലെ കിതാബുകളുണ്ട്. ശരാശരി അദ്ദേഹത്തിൻ്റെ ജീവിതം വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഒരു ദിവസം 40 പേജെങ്കിലും അദ്ദേഹം എഴുതണം. ഒരു ദിവസം 40 വയസ്സിൽ ഒരു ദിവസം 40 പേജെങ്കിലും എഴുതണം, എന്നാലേ ഇത് കണക്കാക്കാൻ പറ്റൂ. അത്രയും കിതാബുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇൽമിൻ്റെ ബർക്കത്താണ്, സമയത്തിൻ്റെ ബർക്കത്ത്. അള്ളാഹു ഒരാളെ സമയത്തിൽ ബർക്കത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുള്ളത് 26 കൊടുക്കും എന്നല്ല, മറിച്ച് ചെയ്യുന്ന അമലുകളിൽ കബൂലിയത്തും വിശാലതയുണ്ടാവും. ചെറിയ സമയം കൊണ്ട് ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള അവസരം കിട്ടും. അതിനാണ് സമയത്തിൽ ബർക്കത്ത് ഉണ്ടാകപ്പെടുക എന്ന് പറയുന്നത്. ഇമാം നവവിയെ സംബന്ധിച്ച് ഒരുപാട് പണ്ഡിതന്മാർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സാഹിദായിരുന്നു അദ്ദേഹം, ഇമാം നവവി റഹ്മഹുല്ല. 10ാമത്തെ വയസ്സിൽ ഖുർആൻ പഠിക്കുകയും 10ാമത്തെ വയസ്സിൽ തന്നെ ഫിഖ്ഹിൻ്റെ കിതാബുകൾ പഠിക്കുകയും ചെയ്ത പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ ഷാഫി മദ്ഹബിൽ ഷെയ്ഖുൽ ഷാഫിഈ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇമാം നവവി ഷാഫി മദ്ഹബിൽ ഒരു വലിയ പങ്ക് അദ്ദേഹത്തിന് ഉണ്ട്. ഇതാണ് ഇമാം നവവി റഹിമഹുല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കേട്ടതാണ്, അറിഞ്ഞതാണ്, നമ്മളധികം വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കിതാബാണ് നമ്മൾ ഇൻഷാ അള്ളാഹ് ഇന്ന് പഠിക്കുന്നത്. ഈ കിതാബിൻ്റെ പ്രത്യേകത, ഇതിൽ അർബഊൻ നവവിയിൽ 42 ഹദീസുകളുണ്ട്. അതിൻ്റെ കൂടെ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മഹുല്ല അതിൻ്റെ കൂടെ ഒരു 8 ഹദീസ് കൂടി ചേർത്തു അല്ലേ. 8 ഹദീസ് കൂടി ചേർത്ത് 50 ഹദീസ് പൂർത്തിയാക്കി. അദ്ദേഹം ഈ ഇബ്നു റജബ് യഥാർത്ഥത്തിൽ ഈ അർബഊൻ നവവിക്ക് ശറഹ് എഴുതിയതാണ്. ആ കിതാബിൻ്റെ പേരെന്താ? ജാമിഉൽ ഉലൂം വൽ ഹികം, അദ്ദേഹത്തിൻ്റെ ഷറഹ്. ആ ഷറഹ് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ഈ 8 ഹദീസ് കൂടി ചേർത്തതാണ്. ഇതിൻ്റെ പ്രത്യേകത, ഈ അർബഊൻ നവവിൻ്റെ പ്രത്യേകത, ഈ ശരീഅത്തിലെ ഉസൂലിയായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഹദീസാണ് മൂപ്പർ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് ഹദീസ് തിരഞ്ഞെടുത്തത്. എല്ലാ ഹദീസ് ശരീഅത്തിൻ്റെ ഉസൂലിയായ ഹദീസുകളാണ് മൂപ്പർ ഈ കിതാബിൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇമാം നവവി വിട്ടേച്ച് പോയ ബാക്കി 8 ഹദീസുകൾ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഈ കിതാബിൽ ചേർത്തു. അങ്ങനെ ടോട്ടൽ 50 ഹദീസുകളുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ 50 ഹദീസും പഠിക്കാം. ഇന്ന് ഒന്നാമത്തെ ഹദീസ്. ഈ ഒന്നാമത്തെ ഹദീസ് അൽ ഹദീസുൽ അവ്വൽ അൻ أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. ആരാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്? റവാഹുൽ ബുഖാരി വ മുസ്ലിം, മുത്തഫഖുൻ അലൈഹിയ ഹദീസാണ്. ഈ ഹദീസിൻ്റെ പ്രത്യേകത,
ഇമാം അഹ്മദ് റഹ്മുള്ള പറഞ്ഞിട്ടുണ്ട്, ശരീഅത്തിൻ്റെ എല്ലാ ശരീഅത്ത് മുഴുവനും തദൂറു അലൈഹ, മൂന്ന് ഹദീസിൻ്റെ മേലാണ് ശരീഅത്ത് മൊത്തം കറങ്ങുന്നത്. 3 ഹദീസിൻ്റെ മേൽ. ഏതൊക്കെയാണ് ഹദീസ്? ഒന്ന് ഈ ഹദീസ്, ഉമർ ഖത്താബിൻ്റെ ഈ ഹദീസ് ഇന്നൽ അഅ്മാലു ബിന്നിയാത്ത്. 2 ആയിഷ റളിയല്ലാഹു ഹദീസ്, മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. 3 നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഹദീസ്, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഈ 3 ഹദീസാണ് എല്ലാ ശരീഅത്തിൻ്റെ അഹ്കാമുകളും കറങ്ങുന്ന മദാറായ ഹദീസ്, ഈ 3 എണ്ണം. അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് ദീനുൽ ഇസ്ലാമിൻ്റെ പകുതിയാണ്. ദീനുൽ ഇസ്ലാമിൻ്റെ പകുതിയാണ്. അത്രയും സ്ഥാനമുണ്ട് ഈ ഹദീസിന്. ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി അദ്ദേഹം പറയാണ്, കിതാബ് രചിക്കുന്ന എല്ലാവരും ഈ ഹദീസ് കൊണ്ട് തുടങ്ങുന്നത് ഖൈറായിരിക്കും, നന്നായിരിക്കും, അല്ലെങ്കിൽ യംബഗി, അത്യാവശ്യമാണ്. ഈ ഹദീസ് കൊണ്ട് തുടങ്ങൽ അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇഖ്ലാസിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറയാം, അല്ലേ? എന്നാലോചിച്ചൊക്കെ ഇമാം നവവി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ അർബഊൻ നവവി തുടങ്ങിയത് ഈ ഹദീസ് കൊണ്ട്. അതേപോലെ അദ്ദേഹത്തിൻ്റെ അൽ അദ്കാർ എന്ന് പറയുന്ന കിതാബ് ഇമാം നവവിയുടെ തുടങ്ങിയത് ഈ ഹദീസ് കൊണ്ട്. അതേപോലെ ഇമാം നവവിയുടെ പല കിതാബുകളും റിയാദുസ് സാലിഹീൻ തുടങ്ങിയത് ഈ ഹദീസ് കൊണ്ട്. പല പണ്ഡിതന്മാരും അവരുടെ കിതാബുകളും തുടങ്ങിയത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം ഈ ഹദീസിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നു അത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി അമീറുൽ മുഅ്മിനീൻ അബൂ ഹഫ്സ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന എപ്പോഴാണ്? ബിഅസത്തിൻ്റെ 7-ാം വർഷം, അല്ലേ? ബിഅസത്തിൻ്റെ 7-ാം വർഷം റസൂലുള്ളാഹി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ദുആയുടെ ബർക്കത്താണ്. റസൂൽ ദുആ ചെയ്തു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് ഇസ്സത്ത് നൽകണേ എന്ന്. അവിടെ ഉദ്ദേശിക്കുന്ന 1 ഉമർ ബിൻ ഖത്താബ്, 2 അംർ ബിൻ ഹിഷാം, അതാരാ? അബൂ ജഹൽ. ഈ രണ്ടാലൊരു ശക്തിയെ കൊണ്ട് ഇസ്ലാമിന് ഇസ്സത്ത് നൽകണം എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ദുആ, അതിന് ഇതായിട്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി അവ്വലു മൻ ലുഖിബ ബി അമീരുൽ മുഅ്മിനീൻ, ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന ലഖബ് കിട്ടിയത് ഇദ്ദേഹത്തിനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനായി അറിയപ്പെട്ടിട്ടില്ല, അദ്ദേഹം ഖലീഫത്തു റസൂലില്ല എന്നാണ് അറിയപ്പെട്ടത്. അങ്ങനെയായിരുന്നു സഹാബാക്കൾ വിളിച്ചത്, ഖലീഫത്തു റസൂലില്ല. ഉമർ ഖത്താബിൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന പേര് ലഖബ് കിട്ടുന്നത്. ആ നാമകരണം ചെയ്തത് അദ്ദേഹമാണ്, അമീറുൽ മുഅ്മിനീൻ എന്ന്. അതുമാത്രം ഉമർ ഖത്താബിൻ്റെ ഫളായിലുകൾ, മനാഖിബുകൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും വലിയ മനാഖിബ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഉമർ ഒരു വീട് കണ്ടു, കൊട്ടാരം. സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു, പവിഴത്തിൻ്റെ കൊട്ടാരം, വെളുത്ത കൊട്ടാരം. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു ജിബ്രീലിനോട്, ആർക്കുള്ളതാണ് ഈ കൊട്ടാരം? ജിബ്രീൽ പറഞ്ഞു, ഖുറൈശി തറവാട്ടിലൊരു മാന്യനുള്ളതാണ്. റസൂലുള്ളാഹി തങ്ങൾ ചിന്തിച്ചു, ഖുറൈശികളിൽ മാന്യൻ ഞാനല്ലാതെ മറ്റാരാണുള്ളത്? ജിബ്രീൽ റസൂല വീട്ടിലേക്ക് അടക്കാനിരിക്കുമ്പോൾ ജിബ്രീൽ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് ഉമർ ബിൻ ഖത്താബിനുള്ള കൊട്ടാരമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റസൂൽ സന്തോഷവാർത്ത അറിയിച്ച സഹാബിയാണ്. അതുമാത്രമല്ല, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാച് ആ വഴിയിൽ നിന്നും മാറി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണ്. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ തഖ്വയുടെ ബലം കൊണ്ട്. തഖ്വ കൊണ്ട് ലോകം കീഴടക്കിയ ഒരു ഭരണാധികാരി ഉമർ ബിൻ ഖത്താബാണ്. യാസാരിയ അൽ ജബൽ, അറിയോ? സംഭവം അറിയോ? യാസാരിയ അൽ ജബൽ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തെ യുദ്ധത്തിനു വേണ്ടി അയച്ചു. ആ സൈന്യത്തിൻ്റെ തലവൻ സാരിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ സമയത്ത് ഉമർ ഖത്താബ് മദീനത്തെ പള്ളിയിലാണുള്ളത്. ഉമർ ഇൽഹാം കിട്ടി, യുദ്ധത്തിൽ ശത്രുക്കൾ വരുന്ന വഴി ഇൽഹാം കിട്ടി. ഒരു കറാമത്തായിട്ട് പറയപ്പെടുന്ന സംഭവമാണ്. ഉമർ ഖത്താബ് വിളിച്ചു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ, സാരിയ മലയുടെ ഭാഗത്തേക്ക് തിരിയണം, ശത്രുക്കൾ അവിടെയുണ്ടെന്ന് ഉമർ ഖത്താബ് മദീനത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ കറാമത്തായിട്ട് പറയപ്പെടുന്നു. തഖ്വ കൊണ്ട് ലോകം കീഴടക്കിയ ഭരണാധികാരിയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂ ഹഫ്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്താണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാണ്. ഉമർ ഖത്താബിൻ്റെ മകളാണ് റസൂലുള്ളാഹി തങ്ങൾ കല്യാണം കഴിച്ചത്. ഹഫ്സനെ എപ്പോഴാണ് റസൂൽ കല്യാണം കഴിക്കുന്നത്? എത്രാമത്തെ ആളാ? 4-ാമത്തെ ആൾ. ആദ്യം കല്യാണം കഴിച്ചത് ഖദീജ, ശേഷം സൗദ, 3-ാമത്തെ ആയിഷ, 4-ാമത്തത് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഇവിടെ ഹഫ്സ് എന്നുള്ളത്
തർഹീമാണ്. തർഹീം എന്ന് പറഞ്ഞാൽ ചുരുക്കുക, തഖ്ഫീഫിന് വേണ്ടി ചുരുക്കുക. ഒരു പേരിനെ, വിളിക്കപ്പെടുന്ന പേരിനെ ചുരുക്കിയിട്ട് പറയാം, അതിനാണ് തർഹീം എന്ന് പറയാം. കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? തർഹീം, പേര് ചുരുക്കിയിട്ട് പറയാം. റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുമായിരുന്നു, യാ ആയിഷു എന്നാണ് വിളിക്കുക ആയിഷാനെ. യാ ആയിഷു, യാ സൈനബു, യാ ഫാത്തിമു എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുക സ്നേഹം കൊണ്ട്. അതിനാണ് തർഹീം എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഹഫ്സ എന്നതിൻ്റെ തർഹീമാണ് ഹഫ്സ്. അതൊക്കെ ചേർക്കപ്പെട്ട അമീർ മുഅ്മിനീൻ അബൂ ഹഫ്സ് എന്ന് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്തിൽ അറിയപ്പെട്ടത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് എപ്പോഴാണ്? ഹിജ്റ 23. ഹിജ്റ 13 ഭരണം ഏറ്റെടുക്കുന്നത്. ഹിജ്റ 23 അദ്ദേഹം ഷഹീദാവും. 10 വർഷമാണ് രാജ്യം ഭരിക്കുന്നത്, 10 വർഷം. അതുമാത്രമല്ല, എങ്ങനെ മരണപ്പെടുന്നത്? അബൂ ലുഅ്ലുഅൽ മജൂസി എന്ന അയാളുടെ കുത്തേറ്റിട്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഈ ഹദീസിൻ്റെ പ്രത്യേകത, അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അതിൻ്റെ അർത്ഥം വാസിത ഇല്ലാതെ റസൂൽ നേരിട്ട് കേട്ട ഹദീസാണ്, അല്ലേ? ഈ ഹദീസ് പറയേണ്ട ഒരു സംഭവം ഉണ്ട്, അറിയോ? മുഹാജിർ ഉമ്മു ഖൈസ് എന്ന് പറയപ്പെടുന്ന ഒരാളുണ്ട്, ഒരു സഹാബി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, മുഹാജിർ ഉമ്മു ഖൈസ് എന്നറിയപ്പെട്ട ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ പേര് കിട്ടാൻ കാരണം, ഉമ്മു ഖൈസിനെ കല്യാണം കഴിക്കാൻ ഇദ്ദേഹത്തിന് വലിയ പൂതിയായിരുന്നു, ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഉമ്മു ഖൈസിനോട് പറ്റി പറഞ്ഞു, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മഹ്റുക ഹിജ്റതുക്, നീ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഹിജ്റ പോകണം, അവിടെ വെച്ച് നമുക്ക് കല്യാണം കഴിക്കാം. അപ്പോൾ ഈ സഹാബി ആ സ്ത്രീ ഉമ്മു ഖൈസിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹിജ്റ പോയി. മനസ്സിലായ? ഇത് സഹിയ സ്ഥിരപ്പെട്ട കാര്യമാണ്. അബ്ദുല്ലാഹി മസൂദ് ഉദ്ധരിക്കുന്ന സംഭവമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സംഭവമാണ് ഈ ഹദീസ് പറയേണ്ട കാരണം എന്ന് വേറെവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ സംഭവം സ്ഥിരപ്പെട്ടതാണ്, പക്ഷെ ഇതാണ് ഈ ഹദീസ് പറയേണ്ട പ്രേരകം എന്ന് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടില്ല. എന്നാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉമ്മു ഖൈസ് എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു സഹാബി ഹിജ്റ പോയി. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് മുഹാജിർ ഉമ്മു ഖൈസ് എന്നാണ് ആ സഹാബി പിന്നീട് അറിയപ്പെട്ടത്. ഉമ്മു ഖൈസിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഹിജ്റ പോയ സഹാബി എന്ന പേരിൽ. ഈ ഹദീസിൻ്റെ പ്രത്യേകത, ഈ ഹദീസ് ഇത്ര പ്രാധാന്യമുള്ള മഹത്തുള്ള ഹദീസല്ലേ? നമ്മൾ പറഞ്ഞല്ലോ, ശരീഅത്തിൻ്റെ എല്ലാ അഹ്കാമുകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന 3 ഹദീസ് ഒന്നിതാണ്. എന്നിട്ട് പോലും റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഒറ്റൊരു സഹാബി മാത്രമേ ഈ ഹദീസ് കേട്ടിട്ടുള്ളൂ. അതാരാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതിൻ്റെ സനദിൻ്റെ പ്രത്യേകത എന്താ? ഹദീസിൻ്റെ ഗരീബാണ്. ഗരീബ് എന്ന് പറഞ്ഞാൽ സനദിൽ ഏതെങ്കിലും ഒരു തബക്കയിൽ ഒരാളുള്ളത്. ഈ ഹദീസ് ഏകദേശം 4ഓളം തബക്കകൾ ഒറ്റപ്പെട്ടതാണ്, അല്ലേ? ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് അൽഖമത്ത് ബിൻ വഖാസ് അൽ-ലൈസി, അദ്ദേഹത്തിന് ഇബ്രാഹിം അത്തൈമി, അദ്ദേഹത്തിന് യഹ്യൽ അൻസാരി. ഈ 4 ആൾക്കാരും ഒറ്റപ്പെട്ടതാണ്. ഇവരുടെ തബക്കയിൽ വേറെ ആരും കേട്ടിട്ടില്ല, ഇവർ മാത്രം. യഹ്യൽ അൻസാരി അങ്ങോട്ട് 200ഓളം റാവിമാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുവരെ ഗരീബാണ് സനദ്. മനസ്സിലായ? ഈ തബക്കയിലൊന്നും വേറെ ആരും ഹദീസ് കേട്ടിട്ടില്ല. അതാണ് ഈ ഹദീസിൻ്റെ പ്രത്യേകത. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്, അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്. ഇന്നമ മാ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മാ? അത് കാഫത്തിൻ്റെ മാ. കാഫത്തിൻ്റെ മാ വന്നാൽ ഇന്നൻ്റെ അമല് ബാത്തിലാവും. ഇന്ന എവിടെ പ്രവേശിക്കുന്ന? ഫീലിലാണോ ഇസ്മിലാണോ? ഇസ്മിലല്ലേ? പക്ഷെ കാഫത്തിൻ്റെ മാ വന്നാൽ ഇന്ന എവിടെ പ്രവേശിക്കും? ഫിഅലും പ്രവേശിക്കും, ഇസ്മിലും പ്രവേശിക്കും. പക്ഷെ അമല് ബാത്തിലായി. അമല് ബാത്തിലായതുകൊണ്ട് തന്നെ പിന്നെ ഫീലാണോ ഇസ്മാണോ എന്നില്ല, എല്ലാത്തിലും പ്രവേശിക്കും. ഒരു ഉദാഹരണം പറഞ്ഞേ. ഇന്നമ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ. അവിടെ ഇന്നമ യഖ്ഷല്ലാഹ, യഖ്ഷ ഫീലാണ്. ഇപ്പം ഇന്നമ അവിടെ പ്രവേശിച്ചു. ഇന്നം മാ വന്നാൽ, കാഫത്തിൻ്റെ മാ വന്നാൽ ഇന്നൻ്റെ പണി പോയി. പിന്നെ ശേഷമുള്ള ഇസ്മ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും മുബ്തദ, അല്ലേ? അതുപോലെ തന്നെ ഇവിടെ അമാല് മുബ്തദ. ഇവിടെ അമാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ അമാലുകളും പെട്ടു. അമാലുൽ ഖൽബ്. ഏതാ അമാലുൽ ഖൽബ്? ഏതാ? തഖ്വ, ഖശ്യത്ത്, ഇഖ്ലാസ്, റജാ, ഖൗഫ് എല്ലാം അതൊക്കെ പെട്ടു. അതേപോലെ അമാലുൻ നുത്ഖ്, സംസാരത്തിലുള്ള അമാലുകൾ, അതേതൊക്കെയാ? തസ്ബീഹാത്തുകളും ദിക്റും തിലാവത്തുൽ ഖുർആനൊക്കെ, അതും ഇന്ത് പെട്ടു. അമാലുൽ ജവാരിഹ്, അവയവങ്ങളെ കൊണ്ടുള്ള അമാലുകൾ, അതും പെട്ടു. അതേതാ? സ്വലാത്ത്, ഹജ്ജ്, സക്കാത്ത് പോലുള്ള കാര്യങ്ങൾ, അതും ഇന്ത് പെട്ടു. എല്ലാ അമാലുകളും പെട്ടു, അല്ലേ? ബിന്നിയ്യാത്ത്, നീയത്തുകളെ കൊണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ജാറുൽ ശിബ്ഹ് ജുംല ഖബർ.
അമാൽ മുബ്തദ ബിന്നിയാത്ത് ഖബർ. സ്വാഭാവികമായും ശിബ്ഹ് ജുംല ഖബറാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു തഖ്ദീർ ഉണ്ടാവും അല്ലേ? ഇവിടെ എന്താ തഖ്ദീർ? ആമായ തഖ്ദീറാണ്, മുസ്തഖിറുൻ അല്ലെങ്കിൽ കായിനുൻ. ഇവിടെ എന്തായിരിക്കും തഖ്ദീർ? മഖ്ബൂലത്തുൻ ഔ ഗൈറു മഖ്ബൂല അല്ലേ? ഇന്നമല്ല അമാലു മഖ്ബൂലത്തുൻ ബിന്നിയാത്ത് അല്ലെങ്കിൽ ഗൈറു മഖ്ബൂലത്തുൻ ബിന്നിയാത്ത്. നീയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അമാലുകൾ സ്വീകരിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടാത്തതും. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇന്നമല്ല അമാലു മുസാബുൻ അലൈഹ ഔ ഗൈറു മുസാബുൻ അലൈഹ. പ്രതിഫലം നൽകപ്പെടുന്നതും നൽകപ്പെടാത്തതും നീയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതല്ലെങ്കിൽ ഇന്നമല്ല അമാലു സഹീഹുൻ ഔ ഫാസിദുൻ ബിന്നിയാത്ത്. നീയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അമലുകൾ സഹീഹാകുന്നതും ഫാസിദാകുന്നതും. ഏതും തഖ്ദീർ ചെയ്യാം എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. ഇത് പറയും വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. അവിടെ അതേ സാധനമാണ് ഇന്നമ, കാഫത്തിൻ്റെ മാൻ, അവിടെയും അമലില്ല. ലികുല്ലി ഇംറിഇൻ മാ നവാ, ഓരോ വ്യക്തികൾക്കും അവരെന്താണോ നിയ്യത്ത് ചെയ്യുന്നത് അതുണ്ട്. ഇവിടെ ഒന്നാമത്തെ ലഫ്ദ് ഇന്നമൽ അമാൽ ബിന്നിയാത്ത്, രണ്ടാമത്തെ കലിമത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഇത് രണ്ട് വ്യത്യാസം ഉണ്ടോ? ഒന്നാണല്ലോ വ്യത്യാസമുണ്ട്? എന്തെങ്കിലും വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം ഇല്ലെങ്കിൽ തക്രാർ. റസൂലുള്ളാഹിയുടെ കലിമത്ത് എന്തുണ്ടാവില്ല? തക്രാറാണ്. റസൂലുള്ളാഹിയുടെ കലിമത്തൊക്കെ ഫസാഹത്തുള്ളതാണ്. ഫസാഹത്തിൻ്റെ ഷർത്ത് എന്താ? തക്രാറ് പാടില്ല അല്ലേ? ആവർത്തനം പാടില്ല. റസൂലുള്ളാഹിയുടെ കലിമത്തൊക്കെ ഫസാഹത്തുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹിയുടെ കലിമത്ത് എന്തുണ്ടാവില്ല? അനാവശ്യമായ ആവർത്തനം ഉണ്ടാകില്ല. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന് പറയുന്നത് അമലുകളെ സംബന്ധിച്ചാണ്. രണ്ടാമത്തത് അൽ മഅമൂലു ലഹു, ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചാണ്. അള്ളാഹ്ക്ക് വേണ്ടിയാണോ? അതല്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി. അതിനാണ് രണ്ട് കലിമത്തുകൾ സൂചിപ്പിച്ചത്. ഇനി പറയപ്പെട്ടതിൻ്റെ വിശദീകരണമാണ് ബാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആരുടെയെങ്കിലും ഹിജ്റ അത് അള്ളാഹുലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമാണെങ്കിൽ, അതായത് നീയത്തൻ വഖസ്ദൻ, ഒരാൾ ഹിജ്റ പോയി, നീയത്ത് എന്താ? അള്ളാഹ്ക്ക് വേണ്ടി അല്ലേ? ആ ഖസ്ദും നീയത്തോടു കൂടി ഒരാൾ ഹിജ്റ പോയാൽ അതിൻ്റെ ജവാബ് ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ഐ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഹുക്മൻ വശർഅ. ഹുക്മിൽ അതെന്തായിരിക്കുന്നു? അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്നു. അതിൻ്റെ ജവാബാണ്, ഷർത്തിൻ്റെ ജവാബ്. അതേപോലെ തന്നെ വമൻ കാനത് ഹിജ്റതു ലിദുന്യ യുസീബുഹ, എന്നതല്ലെങ്കിൽ ഒരാൾ ഹിജ്റ പോയി ലിദുന്യ, ദുനിയാവിന് വേണ്ടി, യുസീബുഹ, ആ ദുനിയാവ് നേടാൻ. അതല്ലെങ്കിൽ അവിംറഅത്തിൻ യൻകിഹുഹ, പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരാൾ ഹിജ്റ പോയി ഒരു നാട്ടിലേക്ക്. ഒരാൾ പറയാണ് യൂറോപ്പ് പോയാൽ നല്ല പെണ്ണെ കിട്ടും, മൊറോക്കോയിൽ പോയാൽ നല്ല പെണ്ണെ കിട്ടും, സൗന്ദര്യമുള്ള പെണ്ണെ കിട്ടും. ഒരാൾ അങ്ങനെ ഹിജ്റ പോയി മൊറോക്കോയിലേക്ക്, ഇന്ത്യ വിട്ടിട്ട് അല്ലേ? ഒരാൾ പോയില്ല അങ്ങനെ കല്യാണം കഴിക്കാൻ. അതേപോലെ കുറേ ആൾക്കാർ പോയി, അവനിക്ക് പെണ്ണ് കിട്ടും, പക്ഷേ ഈ കൂലി കിട്ടോ ഹിജ്റൻ്റെ? ഇല്ല. ഇനി ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അങ്ങനെ ആരെങ്കിലും ഹിജ്റ പോയാൽ ഫഹിജ്റതു ഇലാ മാ ഹാജറ ഇലൈഹി, ഓൻ എന്തിനാണോ ഹിജ്റ ചെയ്തത് അതാണോ എനിക്ക് കിട്ടുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയാണ് ഹിജ്റ പോയതെങ്കിൽ ഓൻ്റെ ഹിജ്റ എവിടേക്കായിരിക്കും? ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, ഇസ്മെടുത്ത് പറഞ്ഞു അല്ലേ? ഇസ്മെടുത്ത് പറഞ്ഞു. രണ്ടാമത്തെ ദുനിയാവിന് വേണ്ടിയിട്ടാണ് ഹിജ്റ പോയതെങ്കിൽ എന്താ പറഞ്ഞത്? ഫഹിജ്റതുഹു ഇല ദുന്യ എന്നാണ് പറഞ്ഞത്? അല്ല, പിന്നെന്താ പറഞ്ഞത്? ഇല മാഹ, ലമീർ ഇട്ട് പറഞ്ഞു. അതെന്തിനാ അറിയോ? തഹ്ഖീറിനെ സൂചിപ്പിക്കാൻ. വളരെ മോശമാണ് ആ പ്രവൃത്തി എന്നതിന്. മനസ്സിലാകുന്നുണ്ടോ? നേരത്തെ ഇസ്മ എടുത്ത് പറഞ്ഞത് അതിൻ്റെ ഫദലിനെ സൂചിപ്പിക്കാനാണ്. അതേപോലെ ഇവിടെ ഇസ്മില്ലാതെ ലമീറിലേക്ക് മടക്കിയത്, ഇൽമാറാക്കിയത്, അത് അതിൻ്റെ തഹ്ഖീറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഹദീസ്. ഈ ഹദീസിന് ഒരുപാട് ഷർഹുകളുണ്ട്. അതിപ്പം നമ്മളെ സമയം അനുവദിക്കുന്നില്ല. ചുരുക്കി പറയാം, ഒന്നാമത്തെ ഫദൽ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? നിയ്യത്ത് നന്നാക്കലാണ് അല്ലേ? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരാളുടെ ശരീരത്തിൽ ഇഖ്ലാസ്, ഈ നിയ്യത്ത് നന്നാക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളൊരു കാര്യം ഇല്ല. നിയ്യത്ത് നന്നാക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളൊരു കാര്യം ഇല്ല. അതേപോലെ പിന്നെ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നിയ്യത്തായിരിക്കും ആ അമലുകൾ വേർതിരിക്കുക അല്ലേ? അമലുകൾ വേർതിരിക്കുക നിയ്യത്തായിരിക്കും. അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാണോ, അതല്ല സൃഷ്ടികൾക്ക് വേണ്ടിയുള്ളതാണോ, അതല്ല മറ്റെന്തിനും വേണ്ടിയുള്ളതാണോ എന്ന് വേർതിരിക്കുന്നത് നിയ്യത്തായിരിക്കും. ഒരു ഹദീസ് കാണാം, റസൂൽ പറയാണ്, നാളെ പരലോകത്ത് ആദ്യമായി നരകത്തിൽ കത്തിക്കപ്പെടുന്നത് 3 ആൾക്കാരെയാണ്. ആരൊക്കെയാ? ജവാദ്, പിന്നെ ആലിം,
മുജാഹിദ്, 3 ആൾക്കാരല്ലേ? അവിടേക്ക് പറയപ്പെടുന്നത് എന്താ? ഈ 3 ആൾക്കാർ ജിഹാദ് ചെയ്തിട്ടുണ്ട്. മറ്റാൾ ആലിമാണ്, മറ്റേയാൾ ജവാദാണ് ധർമ്മിഷ്ഠൻ, ധാരാളമായി ധർമ്മം ചെയ്യുന്ന ആൾ. ഈ 3 ആൾ നരകത്തിലാണ്. കാരണം അവർ ചെയ്ത നീയത്ത് മാറി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നീയത്താണ് നമ്മുടെ നരകസ്വർഗം തീരുമാനിക്കുന്നത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ രഹസ്യമായി ചെയ്യുക, ആരും കാണിക്കാതെ, ആരും ബോധ്യപ്പെടുത്താതെ, ആരെയും എന്താ പറയുക, കാണിക്കാൻ വേണ്ടി ചെയ്യാതെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അലി ബിൻ ഹുസൈൻ ഇബിനു അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുഹമ്മദ് ബിൻ ഹിഷാം സീറയില്ലേ, ഇബിൻ ഹിഷാമിൻ്റെ സീറ, അതിൽ കാണാം അദ്ദേഹം പറയാണ്, മദീനയിലെ 10ഓളം കുടുംബങ്ങൾ അലി ബിൻ ഹുസൈൻ മരണപ്പെടുന്നവരെ സമ്പുഷ്ടമായി ജീവിച്ചു. അലി ബിൻ ഹുസൈൻ മരണപ്പെട്ടപ്പോൾ അവർ പട്ടിണിയായി. അദ്ദേഹം പറയാണ്, മദീനയിലെ എല്ലാ ദിവസവും രാത്രി ഈ 10 കുടുംബങ്ങൾക്ക്, ഫക്കീറായ 10 കുടുംബങ്ങൾക്ക് അവരുടെ വീട്ടിൻ്റെ മുന്നിൽ വാതിൽക്കൽ ഭക്ഷണം കിട്ടുമായിരുന്നു. രാവിലെ വാതിൽ തുറക്കുമ്പോൾ മുറ്റത്ത് ഭക്ഷണം ഉണ്ടാവും, അവർക്കുള്ള ചിലവിനുള്ള ഭക്ഷണം ഉണ്ടാവും. അതാരാ കൊണ്ടുവച്ചത് എന്താണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ 10ഓളം കുടുംബങ്ങൾ അങ്ങനെ ജീവിച്ചു. ഒരു ദിവസം അലി ബിൻ ഹുസൈൻ അദ്ദേഹം മരണപ്പെട്ടു. പിറ്റേന്ന് മദീനയിൽ 10 കുടുംബം പട്ടിണിയായി. അന്നാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് ചെയ്യുന്നത് ഇദ്ദേഹമായിരുന്നു എന്ന്. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ മുതുകിൽ ചുമടെടുത്തതിൻ്റെ അടയാളമുണ്ടായിരുന്നു. അതേ പറയപ്പെടുന്നത് രാത്രി ഓരോ വീട്ടിലേക്കും ഭക്ഷണം അദ്ദേഹം സ്വന്തം ചുമലിൽ വെച്ചിട്ടാണ് കൊണ്ടു കൊടുത്തിരുന്നത്. അതിൻ്റെ കാരണത്താൽ അടയാളം ചുമലിലുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, രഹസ്യമായി ചെയ്യുക അള്ളാഹ്ക്ക് വേണ്ടി. അതേപോലെ ഒരു താബി പണ്ഡിതനെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാണ്, എൻ്റെ ഭർത്താവ് എൻ്റെ വിരിപ്പിലേക്ക് വരും, എൻ്റെ കൂടെ കിടക്കും, പിന്നെ ഖാദ അനി, അദ്ദേഹം എന്നെ ചതിക്കും. എങ്ങനെയെന്നറിയോ? ഞാൻ ഉറങ്ങിയെന്ന് കണ്ടാൽ അദ്ദേഹം ഞാൻ അറിയാതെ എഴുന്നേറ്റ് പോവും, എന്നിട്ട് അദ്ദേഹം നിസ്കരിക്കും. ഏതുപോലെയെന്നറിയോ? കുട്ടീനെ ഉറക്കിയിട്ട് ഉമ്മ ശബ്ദം ഉണ്ടാക്കാതെ തിരിച്ചു പോലെ കുട്ടി എഴുന്നേക്കുന്നതായിട്ട്, അതേപോലെ എൻ്റെ ഭർത്താവ് എണീറ്റ് പോകുമായിരുന്നു. അത്രയും രഹസ്യമായിട്ടും അദ്ദേഹം നിസ്കരിച്ചത് തഹജ്ജുദ്, മറ്റുള്ളവർ കാണുന്നത് കൊണ്ട്. അപ്പോൾ ഇഖ്ലാസാണ് ഈ ഹദീസിൻ്റെ പ്രാധാന്യം. ഈ ഹദീസ് പഠിപ്പിക്കുന്നതും അതാണ്, നീയത്ത് നന്നാക്കാൻ. പ്രത്യേകിച്ച് തുല്ലാബുൽ ഇൽമ് പഠിക്കുമ്പം നീയത്ത് നന്നാക്കണം. നീയത്ത് നന്നാക്കിയാലേ ഇൽമിൽ ബർക്കത്തുണ്ടാവും, സമയത്തിൽ ബർക്കത്തുണ്ടാവും. ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്കുണ്ടാവും, ഒരുപാട് പ്രഹസനങ്ങളും ഉണ്ടാവും, പക്ഷേ ഇൽമിൻ്റെ ലദ്ദത്തും ഉണ്ടാവില്ല, ഇൽമിൻ്റെ ലുബ്ബും ജീവിതത്തിലുണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടെ അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.